ഇന്ന് നമുക്ക് ജീവിതത്തിൽ വിജയകരവും സന്തോഷവും നൽകുന്ന രണ്ട് ശക്തമായ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത് ഗ്രാറ്റിറ്റ്യൂഡ്, രണ്ടാമത് അഫർമേഷൻ. ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും എല്ലാം നന്ദി പറയുക, നന്ദിയുള്ള മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പടച്ച തമ്പുരാൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന് പടച്ചവനോട് നമ്മൾ നന്ദി പറയുക. നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ നമുക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് അഫർമേഷൻ. എന്താണ് അഫർമേഷൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താനുള്ള ആശയങ്ങളും വാചകങ്ങളുമാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിൽ, എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ കഴിയും, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്ന് മനസ്സിൽ പറയുന്നതിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ ഓർക്കുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്നാൽ അഫർമേഷൻ നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പറയുക അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് ചെയ്യുക എന്നുള്ളതാണ് അഫർമേഷൻ. അപ്പോൾ ഒന്ന് ഭൂതത്തെയും വർത്തമാനത്തെയും ബന്ധിപ്പിക്കുന്നതും രണ്ടാമത്തത് വർത്തമാനത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഗ്രാമത്തിൽ 2 കർഷകരുണ്ടായിരുന്നു. ഒന്നാമത്തെ കർഷകൻ മഴയില്ല, കൃഷി മോശമാണ് എന്നിങ്ങനെയുള്ള പരാതികൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത്തെ കർഷകൻ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് ജോലി ചെയ്യാനുള്ള കരുത്തുണ്ട്, എൻ്റെ നല്ല വിളനിലമുണ്ട് എന്നിങ്ങനെ അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് പറയുകയും ഒപ്പം ഞാൻ നല്ല രീതിയിൽ കൃഷി ചെയ്യും, എന്നിട്ട് നല്ല വിളവ് കൊയ്യും എന്ന് ഒരു ആത്മവിശ്വാസമുള്ള വർത്തമാനങ്ങളും പറഞ്ഞു. അങ്ങനെ വിളവ് കൊയ്യുന്ന സമയമായപ്പോൾ രണ്ടാമത്തെ കർഷകന് നല്ല വിളവ് ലഭിച്ചു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മൈൻഡ് സെറ്റാണ്. നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുമ്പോഴാണ് പോസിറ്റീവായ റിസൾട്ടുകൾ ഉണ്ടാവുകയും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വിജയിച്ച പല ആളുകളും അവർ ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് അവർക്ക് ലഭിച്ച 3 അനുഗ്രഹങ്ങളെ എഴുതി വെക്കും. അവർ ഉണരുന്ന സമയത്ത് അന്ന് അവർ ചെയ്യാനുള്ള 3 കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ സെൽഫ് ടോക്ക് ചെയ്യുകയും ചെയ്യും. അതിലൂടെ അവർക്ക് മാനസിക സമ്മർദ്ദം ഒഴിവാകുന്നു. അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിന് വലിയ വിജയമുണ്ടാകുന്നു.